ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ റൂമുകളിലും അതുപോലെ തന്നെ ഹാളുകളിലൊക്കെ ചെയ്യുന്ന പ്രൊഫൈൽ LED എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നാണ്. ഇത് പ്രൊഫൈൽ LED സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനൊരു ചാനലുണ്ട്. പല ടൈപ്പിൽ അവൈലബിൾ ആയിട്ടാണ് ചാനൽ വരുന്നത്. ഈ ചാനൽ നമുക്ക് ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊരു അലാവുലത്തിൻ്റെ ടൈപ്പ് ചാനലാണ് വരുന്നത്. ഈ ചാനലിൻ്റെ മുകളിലൂടെ കണ്ടോ ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. ഈ കേസ് കൂടിയാണ് അതിൻ്റെ മുകളിൽ എല്ലാ LED സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കേസ് ഇട്ട് അടയ്ക്കണം. കേസ് ഇട്ട് അടച്ചാൽ മാത്രമേ അടച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ട് നമ്മുടെ ഭിത്തിയുടെ ഉള്ളിൽ ചെയ്യാം, അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ കണ്ടോ. ഈ ചാനൽ, ആ പ്ലാസ്റ്റിക്കിൻ്റെ ചാനൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാപ്പ് വെച്ചതിന് ശേഷം അടയ്ക്കുക. അടച്ചു കഴിയുമ്പോൾ നീറ്റായിരിക്കും. പിന്നെ അതിന് വ്യത്യാസമുണ്ട്. നമ്മുടെ LED ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രൊഫൈൽ LED തന്നെ വ്യത്യാസമുണ്ട്. പ്രൊഫൈൽ LED സാധാ LED സ്ട്രിപ്പിനേക്കാൾ കുറച്ചുകൂടി, അതായത് 1 മീറ്ററിൽ തന്നെ ഏകദേശം 24 വാട്ട്സ് വരെ വരുന്നുണ്ട്. ഇത് അതിൻ്റെ ക്ലാമ്പാണ് വരുന്നത്. അതായത് ഈ ചാനൽ ഉറപ്പിക്കുന്നതിന് ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഭിത്തിയിൽ ഉറപ്പിക്കണമെങ്കിൽ ഭിത്തിയിൽ ഉറപ്പിക്കാം. അതല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇപ്പോൾ വരുന്ന LED ട്യൂബുകൾ ഉറപ്പിക്കുന്ന പോലെ ജസ്റ്റ് അതിൽ പ്ലഗ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, ആദ്യം തന്നെ ആ ക്ലിപ്പുകളെല്ലാം തന്നെ ഉറപ്പിക്കുക. ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ സീലിങ്ങിലാണെങ്കിൽ സീലിങ്ങിൻ്റെ ചാനൽ വരുന്നുണ്ടാവും. സീലിങ്ങിൻ്റെ അകത്ത് തന്നെ ചാനൽ വേണം. ചാനലിലേക്ക് ഉറപ്പിക്കുക. അതിനുശേഷം ഉറപ്പിക്കുക. ഇതാണ് LED സ്ട്രിപ്പ് വരുന്നത്. അതായത് പ്രൊഫൈൽ ലൈറ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കണ്ടോ, കുറേ LED തന്നെ ഗ്യാപ്പുകൾ കുറവായിരിക്കും. പ്രൊഫൈൽ LED പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അടുപ്പിച്ച് വളരെ അടുത്താണ് അതിൻ്റെ LED കൊടുത്തിരിക്കുന്നത്. കാരണം പ്രൊഫൈൽ LED ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിന് ശേഷം നമ്മൾ സാധാരണ LED സ്ട്രിപ്പ് ഒട്ടിക്കുന്ന പോലെ തന്നെ ആ LED സ്ട്രിപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് പശയുടെ ജസ്റ്റ് ആ സ്റ്റിക്കർ വലിച്ചതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. വളരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം. കാരണം ചൂടാവുന്നതുകൊണ്ട് പെട്ടെന്ന് പൊളിച്ച് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട ഇതിന് പ്രൊഫൈൽ LED സൈഡിൽ നമുക്ക് സെപ്പറേറ്റ് ക്യാപ്പ് വാങ്ങിക്കാൻ കിട്ടും. ആ ക്യാപ്പ് കൂടി ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം കണ്ടോ, ഇനി ആ ക്യാപ്പ് നമുക്ക് കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ക്യാപ്പ് അതിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ LED നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 12 വോൾട്ടിൻ്റെ 5 ആമ്പിയർ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ SMPS അല്ലെങ്കിൽ അഡാപ്റ്ററുകളോ നമുക്ക് കൊടുക്കാം. അതിൻ്റെ കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് സാധാരണ LED സ്ട്രിപ്പ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതായത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ LED സ്ട്രിപ്പ് 1 മീറ്ററിൽ 6 വാട്ട്സ് എടുക്കുമെങ്കിൽ ഇത് ഏകദേശം 22 വാട്ട്സ് ഏകദേശം 1 മീറ്ററിൽ എടുക്കുക. അത്രയും അടുത്താണ് ഇതിൻ്റെ LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. കണ്ട, ഈ പ്രൊഫൈൽ LED ഉറപ്പിച്ചിരിക്കുന്ന രീതിയാണ് കാണുന്നത്. സീലിങ്ങിലാണ് ആദ്യം അതിൻ്റെ ചാനൽ ഉള്ളിലേക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട്, ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഉറപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്രൊഫൈൽ LED വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. സാധാ LED സ്ട്രിപ്പും ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, അതായത് സാധാ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ പെർഫെക്ഷൻ കൂടുതലായിരിക്കും പ്രൊഫൈൽ LED. നമ്മളൊരു ട്യൂബ് ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, നല്ല പ്രകാശമുള്ള ട്യൂബ് ലൈറ്റ് കൊടുത്തിരിക്കുന്ന എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്ക്വയർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊഫൈൽ LED നമ്മളൊരു കോൺ സെറ്റ് ചെയ്യുമ്പോൾ 45 ആംഗിളിൽ അതിൻ്റെ ആ സ്ലീവ് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അല്ലെങ്കിൽ അത് നമുക്കത് കറക്റ്റായിട്ട് കയറ്റിയിടാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് പ്രൊഫൈൽ LED ഒട്ടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.